ഹായ്! അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇനി വരുന്ന പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചൂടുള്ള ആനുകാലിക ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ചോദ്യം നോക്കാം. 2026 ലോക ഡൗൺ സിൻഡ്രോം ദിനത്തിന്റെ പ്രമേയം. 2026 ലോക ഡൗൺ സിൻഡ്രോം ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ എന്താണ്? ഒറ്റപ്പെടലിനെതിരെ ഒന്നിക്കാം എന്നതാണ്. ഒറ്റപ്പെടലിനെതിരെ ഒന്നിക്കാം എന്നതാണ് 2026 പ്രമേയം. ടുഗദർ എഗെയിൻസ്റ്റ് ലോൺലിനെസ് എന്നതാണ്. ടുഗദർ എഗെയിൻസ്റ്റ് ലോൺലിനെസ്. ടുഗദർ എഗെയിൻസ്റ്റ് ലോൺലിനെസ് എന്നതാണ് 2026 തീം. ലോക ഡൗൺ സിൻഡ്രോം ദിനത്തിന്റെ പ്രമേയം. ലോക ഡൗൺ സിൻഡ്രോം ദിനമായി ആചരിക്കുന്നത് എല്ലാ വർഷവും മാർച്ച് 21-നാണ്. മാർച്ച് 21-നാണ് ലോക ഡൗൺ സിൻഡ്രോം ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ പ്രമേയം പഠിച്ചു വെക്കുക. ഒറ്റപ്പെടലിനെതിരെ ഒന്നിക്കാം എന്നതാണ് 2026 പ്രമേയം. ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടി. ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്താണ്? ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടിയാണ്. കുട്ടികളിലെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള കേരള സർക്കാർ പദ്ധതി. കുട്ടികളിലെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഹൃദ്യം. ഒന്നുകൂടെ പറയാം, ഹൃദ്യം പദ്ധതി എന്താണ്? കുട്ടികളിലെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം. അപൂർവ രോഗം ബാധിച്ചവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതി. അപൂർവ രോഗം ബാധിച്ചവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് കെയർ. പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PSC പരീക്ഷകളിൽ സർക്കാർ പദ്ധതികൾ. അപ്പോൾ കുട്ടികളിലെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഹൃദ്യം. അപൂർവ രോഗം ബാധിച്ചവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് കെയർ. കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ നിലവിൽ വരുന്നത് എവിടെയാണ്? വടകരയിലാണ്. കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ് കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ നിലവിൽ വരുന്നത്. 2026 50 വർഷം പൂർത്തിയാക്കിയ കേരളത്തിലെ അണക്കെട്ട്. 2026 50 വർഷം പൂർത്തിയാക്കിയ കേരളത്തിലെ അണക്കെട്ട് ചോദിച്ചാൽ അത് ഇടുക്കി അണക്കെട്ടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ആയിട്ടുള്ള ഇടുക്കി അണക്കെട്ട് 2026 അതിൻ്റെ 50 വർഷം പൂർത്തിയാക്കി കേട്ടോ. അപ്പോൾ 1976 ഇടുക്കി അണക്കെട്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ദിരാഗാന്ധിയാണ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. പഠിച്ചു വെക്കുക, ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അല്ലേ? ഇന്ദിരാഗാന്ധിയാണ് ഇടുക്കി അണക്കെട്ട് കമ്മീഷൻ ചെയ്തിട്ടുള്ളത് 1976. അപ്പോൾ 2026 ഇടുക്കി അണക്കെട്ട് അതിൻ്റെ 50 വർഷം പൂർത്തിയാക്കി കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാത. കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാതയാണ് കോഴിക്കോട് വയനാട് തുരങ്കപാത. കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാത ചോദിച്ചാൽ അത് കോഴിക്കോട് വയനാട് തുരങ്കപാതയാണ്. പൊതു ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യ സൗരോർജ വൈദ്യുത ശേഖരണ പദ്ധതി. പൊതു ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യ സൗരോർജ വൈദ്യുത ശേഖരണ പദ്ധതിയാണ് പെരിഞ്ഞനം. ഒന്നുകൂടെ പറയാം, പൊതു ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യ സൗരോർജ വൈദ്യുത ശേഖരണ പദ്ധതിയാണ് പെരിഞ്ഞനം. പഠിച്ചു വെക്കുക, പെരിഞ്ഞനം. പ്രഥമ ഗേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത്. പ്രഥമ ഗേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത് എവിടെ വെച്ചിട്ടാണ്? പ്രഥമ ഗേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് നടക്കാൻ വേണ്ടി പോകുന്നത് ഛത്തീസ്ഗഡിൽ വെച്ചിട്ടാണ്. ഛത്തീസ്ഗഡിൽ വെച്ചിട്ടാണ് പ്രഥമ ഗേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് നടക്കാൻ വേണ്ടി പോകുന്നത്. 2026 10ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത്. 2026 നടന്നിട്ടുള്ള 10ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. 2026 10ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത് ഇന്ത്യയാണ്. ഫൈനൽ നടന്നിട്ടുള്ളത് എവിടെ വെച്ചിട്ടാണ്? അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് അല്ലേ? അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഫൈനൽസ് നടന്നിട്ടുള്ളത്. അപ്പോൾ ന്യൂസിലാൻഡിനെ 96 റൺസിന് തകർത്തുകൊണ്ടാണ് ഇന്ത്യ ലോക ചാമ്പ്യൻ ആയിട്ടുള്ളത്. ന്യൂസിലാൻഡിനെ
96 റൺസിന് തകർത്തുകൊണ്ടാണ് കേട്ടോ, 96 റൺസിന് തകർത്തുകൊണ്ടാണ് ഇന്ത്യ ലോക ചാമ്പ്യൻ ആയത് എന്ന് പഠിച്ചു വെക്കുക. ഒന്നുകൂടെ പറയാം, 2026 10ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത് ഇന്ത്യയാണ്. ഫൈനൽ നടന്നിട്ടുള്ളത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. ന്യൂസിലാൻഡിനെ 96 റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. നിലവിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? KG സനൽകുമാർ ആണ്. നിലവിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ടത് KG സനൽകുമാർ ആണ്. 8ാമത് വ്യക്തിയാണ് എന്നുകൂടി പഠിച്ചു വെക്കുക. 8ാമത് വ്യക്തി കൂടിയാണ് KG സനൽകുമാർ. അപ്പോൾ അദ്ദേഹത്തിന് മുൻപ് 7ാമത് ആരായിരുന്നു? A ഷാജഹാൻ ആയിരുന്നു അല്ലേ? A ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനം വിരമിച്ചതിനെ തുടർന്ന്, ആ ഒരു പൊസിഷനിൽ നിന്നും വിരമിച്ചതിനെ തുടർന്ന് നിലവിൽ വന്നിട്ടുള്ളതാണ് KG സനൽകുമാർ. നിലവിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് KG സനൽകുമാർ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ള വർഷം ചോദിച്ചാൽ എത്രയാണ്? 1993 ഡിസംബർ 3-നാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. പഠിച്ചു വെക്കുക, 1993 ഡിസംബർ 3-നാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. നിലവിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് KG സനൽകുമാർ. 8ാമത് വ്യക്തിയാണ് എന്ന് കൂടി പഠിച്ചു വെക്കുക. സ്പൈസസ് ബോർഡ് വൈസ് ചെയർമാനായി നിയമിതനായത്. സ്പൈസസ് ബോർഡിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ്? നിലവിലെ വൈസ് ചെയർമാൻ ഷാജി രാഘവനാണ്. ഷാജി രാഘവനാണ് സ്പൈസസ് ബോർഡിന്റെ നിലവിലെ വൈസ് ചെയർമാൻ. അപ്പോൾ നിലവിലെ ചെയർപേഴ്സൺ ചോദിച്ചാൽ സ്പൈസസ് ബോർഡിന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? നിലവിലെ ചെയർപേഴ്സൺ സംഗീത വിശ്വനാഥനാണ്. സംഗീത വിശ്വനാഥനാണ് നിലവിലെ ചെയർപേഴ്സൺ. സംഗീത വിശ്വനാഥൻ. സ്പൈസസ് ബോർഡിന്റെ നിലവിലെ ചെയർപേഴ്സൺ ചോദിച്ചാൽ അത് സംഗീത വിശ്വനാഥനാണ്. നീതി ആയോഗിന്റെ ഇടക്കാല CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതയായതാരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി CEO ആയി നിയമിതയായിട്ടുള്ളത് നിധി ചിബ്ബറാണ്. നീതി ആയോഗിന്റെ ഇടക്കാല CEO ആയി നിയമിതയായത് നിധി ചിബ്ബറാണ്. അപ്പോൾ നീതി ആയോഗ് നിലവിൽ വന്നിട്ടുള്ളത് 2015 ജനുവരി 1-നാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്. അപ്പോൾ നീതി ആയോഗിന്റെ നിലവിലെ CEO ചോദിച്ചാൽ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചോദിച്ചാൽ അത് നിധി ചിബ്ബറാണ്. BVR സുബ്രഹ്മണ്യം അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് ആര് വന്നിട്ടുള്ളത്? നിധി ചിബ്ബർ. ആരായിരുന്നു മുൻപ്? BVR സുബ്രഹ്മണ്യമായിരുന്നു. ഓർത്തിരിക്കുക, BVR സുബ്രഹ്മണ്യമായിരുന്നു നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അപ്പോൾ അദ്ദേഹം ആ ഒരു സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് ആര് വന്നിട്ടുള്ളത്? നിധി ചിബ്ബർ. അപ്പോൾ നിലവിലെ വൈസ് ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പോൾ നിലവിൽ നരേന്ദ്രമോദിയാണ്. വൈസ് ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? സുമൻ ബേരിയാണ്. നിലവിലെ വൈസ് ചെയർമാനാണ് സുമൻ ബേരി. നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ചോദിച്ചാൽ അത് സുമൻ ബേരിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്